നമസ്കാരം. വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് കുമാർ. ഇന്നിവിടെ പറയാൻ പോകുന്നത് ചതയം നക്ഷത്രത്തെക്കുറിച്ചാണ്. 2025 ഈ നക്ഷത്രക്കാർക്ക് വളരെ നല്ലൊരു കാലഘട്ടമാണ്. സാമ്പത്തികമായിട്ടൊക്കെ നല്ല രീതിയിൽ അഭിവൃദ്ധിയും, നല്ല രീതിയിൽ കുടുംബത്തിൽ നല്ല ഇതിൽ സന്തോഷമായിട്ടും അങ്ങനെ നല്ലൊരു രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു വർഷം തന്നെയാണ് 2025. കഴിഞ്ഞ 2024 കാലഘട്ടത്തെ അപേക്ഷിച്ച് 2024 പൊതുവെ അവർക്ക് വളരെയധികം അശുഭകരമായിട്ടുള്ള ഒരു സമയമായിരുന്നു. ഭയങ്കരമായ രീതിയിലുള്ള തടസ്സങ്ങളും കാര്യതടസ്സങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവിച്ചു. അതിനുശേഷം ഈ 2025 ഇവർക്ക് വളരെതായിട്ടുള്ള നല്ലൊരു ഭാഗ്യദായകമായിട്ടുള്ള ഒരു വർഷം തന്നെയാണ് ഈ 2025. ഇവർ വിചാരിക്കുന്നിടത്ത് തന്നെ കാര്യങ്ങളൊക്കെ നടക്കുകയും അതിന് വേണ്ടുന്നുള്ള ഏത് ജോലിയെ സംബന്ധിച്ചിട്ടാണെന്നുണ്ടെങ്കിലും, പരീക്ഷാദി കാര്യങ്ങളാണെങ്കിലും, പഠിക്കുന്ന കുട്ടികളുടെ കാര്യമാണെങ്കിലും എന്തു തന്നെയായാലും പ്രതീക്ഷിച്ച് ദൈവത്തെ വിശ്വാസമർപ്പിച്ച് ചെയ്യുന്ന ഏതൊരു കാര്യവും നല്ല രീതിയിൽ തടസ്സം കൂടാതെ നല്ല രീതിയിൽ വിജയിക്കുന്നതാണ്. അതേ കണക്ക് വിവാഹം നടക്കുവാനുള്ള ഭാഗ്യം, വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുവാനും, കുട്ടികൾ ഇല്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകുവാനും ഒക്കെ പറ്റുന്ന നല്ലൊരു വർഷം തന്നെയാണ് 2025. അതേ കണക്ക് തന്നെ ഉപരിപഠനത്തിനുമായി ബന്ധപ്പെട്ട് ദൂരദേശത്തൊക്കെ പോകുവാനും, അതേ കണക്ക് തന്നെ വീട് വയ്ക്കുവാനും വാഹനങ്ങൾ വാങ്ങിക്കുവാനുമൊക്കെ പറ്റുന്ന ഒരു സമയമൊക്കെ തന്നെയാണ്, നല്ലൊരു സമയമാണ്. ഇവർക്ക് ആരോഗ്യപരമായിട്ടും വളരെ നല്ല രീതിയിൽ മെച്ചമുണ്ടാകുന്നതാണ്. അതേ കണക്ക് തന്നെ ഇവർക്ക് ഫെബ്രുവരിയിൽ സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ അഭിവൃദ്ധി ഉണ്ടാവുകയും പരീക്ഷാദി കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാനും ഒക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകണക്ക് തന്നെ ഇവർക്ക് ചെയ്യുന്ന ആ ജോലിയിൽ നല്ല രീതിയിൽ ഒരു തൃപ്തി കണ്ടെത്തുവാനൊക്കെ സാധിക്കുന്നതുമാണ്. പ്രമോഷനാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാത്തിനും വളരെ നല്ലൊരു സമയം തന്നെയാണ്. അതുകണക്ക് തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇച്ചിരി ജോലിഭാരങ്ങളൊക്കെ കൂടുന്ന ഒരു സമയമാണ്. ഇച്ചിരി യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. പിന്നെ അതേ കണക്ക് തന്നെ ക്ഷേത്ര സന്ദർശനങ്ങളും നല്ല രീതിയിൽ ദൈവവിശ്വാസങ്ങളൊക്കെ ഉണ്ടാകുന്ന നല്ലൊരു സമയം തന്നെയാണ്. ഇതിൽ എന്തു തന്നെ തടസ്സങ്ങളുണ്ടായാലും ശരി തന്നെ അയ്യപ്പസ്വാമിയെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. പറ്റുമെങ്കിൽ ശബരിമല ക്ഷേത്ര ദർശനം നടത്തിക്കഴിഞ്ഞാൽ എന്തു തന്നെയാണെങ്കിലും ആ തടസ്സങ്ങളൊക്കെ മാറി നല്ലൊരു ജീവിതം അറിയുവാലോ. 2024 വളരെ നല്ലൊരു കാലഘട്ട സമയം, നല്ലൊരു സമയമല്ലായിരുന്നു. ഒരുപാട് അനുഭവിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത് ആണ്. അപ്പോൾ ഈ 2025 നിങ്ങളെ അയ്യപ്പസ്വാമിയെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉയർന്ന ഒരു സ്ഥാനത്തെത്തുവാനും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി നല്ല രീതിയിൽ ഉയർന്ന സാമ്പത്തികമുണ്ടാകുവാനും നല്ലൊരു ആരോഗ്യമുണ്ടാകുവാനും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങളെ കുടുംബം നല്ല രീതിയിൽ കൊണ്ടെത്തുവാനൊക്കെ സാധിക്കുന്ന നല്ലൊരു സമയം തന്നെയാണ് ഈ 2025. നിങ്ങളൊന്നു മാത്രം ചെയ്യുക, അയ്യപ്പസ്വാമിയെ മുറുകെ പിടിക്കുക, ശാസ്താക്ഷേത്ര ദർശനം നടത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദൈവാനുഗ്രഹം ഉണ്ടാകുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയുവാനുള്ളത്. നിങ്ങൾക്ക് ആയുരാരോഗ്യവും സമ്പത്തും എല്ലാം തന്നെ ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.